ഹലോ നമസ്കാരം, ഗുഡ് ഈവനിങ്. ഞാനിന്ന് വീലേഴ്സ് ഹബിന് വേണ്ടിയിട്ട് കാലിക്കറ്റ് ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിന് അവരുടെ ഒരു പ്രോഗ്രാം ഇനോഗ്രേഷന് വേണ്ടിയിട്ട്, ഒരു ബിൽഡിങ്ങിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് അതിൻ്റെ വാൽറ്റ് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വീലേഴ്സ് ഹബ് ടീം എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീലേഴ്സ് ഹബിൻ്റെ വാൽറ്റ് പാർക്കിങ്ങിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ സൈറ്റ്. പിന്നെ വാൽറ്റ് പാർക്കിംഗ് സ്പേസ് അപ്പുറത്താണ്. താങ്ക് യു വെരി മച്ച്. നമ്മൾ വാലറ്റ് പാർക്കിങ്ങിന് വന്നേക്കുന്ന പ്രോഗ്രാം നടക്കുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ ഇവിടെ ഉള്ളിലോട്ടാണ് ഗസ്റ്റിനെ ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇങ്ങോട്ടുള്ള ഭാഗം എല്ലാം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ എങ്ങനെയാണ് പരിപാടികൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഗുഡ് ഈവനിങ്. ഇപ്പോൾ സംഗതി നമ്മൾ വാൽറ്റ് പാർക്കിങ്ങിനാണ് ഇപ്പോൾ ഇതോടെ വന്നേക്കുന്നത്. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ എല്ലാം ഗസ്റ്റ് വരികയാണ്. ഇവരുടെ ഗസ്റ്റുകൾ കസ്റ്റമേഴ്സ് എല്ലാം വരികയാണ്. ഇവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നിമിഷം തൊട്ട് നമ്മുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ല, നമ്മുടെ ഗസ്റ്റാണ് അവർ. നമ്മൾ നടത്തുന്ന പരിപാടിയിലേക്ക് അവർ വരുമ്പോൾ അവർ നമ്മുടെ ഗസ്റ്റാണ്. സോ നമ്മുടെ ഗസ്റ്റാണ് അവർ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മൾ അവരെ എങ്ങനെയാണോ സ്വീകരിക്കുന്നത്, ആ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് പോകണം. അതായത് ആ സ്നേഹത്തോടും ആ ഒരു എന്നാ പറയുക സന്തോഷത്തോടും കൂടി വേണം നമ്മുടെ ക്ലയൻറ്റിനെ സ്വീകരിക്കാൻ. അതുപോലെ തന്നെ അവരവരുടെ വാല്യുബിൾ ആയിട്ടുള്ള ആ വാഹനം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. നമ്മൾ സുരക്ഷിതമായിട്ട് ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ച് അവരുടെ ഫംഗ്ഷൻ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ റിസപ്ഷൻ്റെ അവിടെ വരെ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്യാം. ബേസിക്കലി നമ്മൾ ക്ലയൻറ്റിനെ അവിടെ നിന്ന് അറ്റൻഡ് ചെയ്ത് അവിടുന്ന് ക്ലയൻറ്റിന് നമ്മൾ ഈ ഒരു വാലറ്റ് കൂപ്പണിൻ്റെ ഈ ഒരു വാലറ്റ് കൂപ്പണാണ്. ഈ വാലറ്റ് കൂപ്പന് രണ്ട് സ്ഥലങ്ങളാണുള്ളത്. താഴെ ഒരു കൂപ്പണിൻ്റെ ഭാഗവും മുകളിലൊരു കൂപ്പൺ ഭാഗം. ഈ മുകളിലും താഴെ നമ്മൾ നമ്പർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താഴെ 45 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, മുകളിലും 45 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ സെൻറ്ററിൽ മടക്കിയിട്ട് ഈ ഭാഗം കീറിയെടുക്കും, ഈ താഴത്തെ ഭാഗം കീറിയെടുക്കും. ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ക്ലയൻറ്റിന് കൊടുത്തിട്ട് ക്ലയൻറ്റിൻ്റെ നിന്ന് കീ നമ്മൾ മേടിക്കും. കീ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ചിലപ്പോൾ കസ്റ്റമർ ഒരു റഷിൽ ഓടി വന്ന് വണ്ടി നിർത്തി, ഗസ്റ്റ് ഒരു റഷിൽ വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കീ പോക്കറ്റിലായിരിക്കിട്ടുണ്ടാവുക, ഇല്ല ചിലപ്പോൾ കാറിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക്. നമ്മുടെ കണ്ണിൽ നമ്മൾ കീ കണ്ടിരിക്കണം. കാറിൽ കയറുന്നതിന് മുമ്പേ അല്ലെ കാറിൽ കയറിയ ഉടനെ നമ്മൾ വണ്ടിയുടെ കീ കണ്ടിരിക്കണം. കീ കണ്ടതിന് ശേഷം മാത്രമേ വണ്ടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. ഈ കൂപ്പൺ കൊടുത്ത ഉടനെ നമ്മൾ താക്കോല് കൈമാറിയിട്ട് കസ്റ്റമറോട് പറയണം, സാർ തിരിച്ചു വരുമ്പോൾ ഈ കൂപ്പൺ ഇവിടെ റിസപ്ഷൻ ഏൽപ്പിച്ചാൽ വണ്ടി എടുത്തുകൊണ്ട് തരുന്നതെന്ന് പറഞ്ഞ് അവരെ ചോദിക്കണം. ചിലർക്ക് ഇത് അറിയാവുന്നതാണ്. അപ്പോൾ അവർ ആ കൂപ്പൺ കിട്ടിയ ഉടനെ അവർ പോകും, താക്കോലിൽ നിന്നിട്ട് പോകും. അവിടെ തൊട്ട് വാഹനത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടേതാണ്. നമ്മൾ ആ വാഹനം അവിടുന്ന് സുരക്ഷിതമായിട്ട് എടുത്ത്, നമ്മുടെ സെക്യൂരിറ്റി സഹോദരന്മാരുണ്ട്, അവർ നമുക്ക് കറക്റ്റായിട്ട് ഡയറക്ഷൻസ് എല്ലാം അവിടുന്ന് പറഞ്ഞു തരും. അവരിനായിട്ട് സഹകരിച്ച് നല്ല രീതിയിൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള യാത്ര വളരെ സുരക്ഷിതമാണ്. ഏറ്റവും സേഫായിട്ട്, ഏറ്റവും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടേ വണ്ടി എടുക്കാവുള്ളൂ. ഒന്നാമത്തെ. രണ്ടാമത്തേത്, അവിടുന്ന് നമ്മൾ തിരിച്ച് സേഫായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഓവർ സ്പീഡ് ചെയ്യരുത്. ഏറ്റവും സ്ലോ ഡൗൺ ആയിട്ട് സൂക്ഷിച്ച് വേണം പോരാനായിട്ട്. ഇതാണ് നമ്മുടെ പാർക്കിങ്ങിനോട്. ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യേണ്ട രീതി നമ്മുടെ സെക്യൂരിറ്റീസ് ഡയറക്ഷൻസ് തരും. ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഡയറക്ഷനിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടേതായ ഉത്തരവാദിത്തത്തിൽ നമ്മൾ നോക്കുകയും വേണം, ആസ് വെൽ ആസ് അവരുടെ ഒരു ഡയറക്ഷൻ നമ്മൾ നോക്കുകയും ചെയ്യണം. അപ്പോൾ അവർ നമ്മളെ കറക്റ്റായിട്ട് പറഞ്ഞ് അലൈൻ ചെയ്തത് ഇട്ടോളും. വണ്ടികൾ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ലോക്ക് ചെയ്തതിന് ശേഷം ഡോർസ് 4 ക്ലോസ് ആണോ എന്ന് ഉറപ്പിക്കണം. ഗ്ലാസുകൾ ഏതെങ്കിലും താന്ന് കിടപ്പുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഗ്ലാസസ് ഓപ്പൺ ആയി ക്ലോസ് ചെയ്തിട്ട് വേണം വണ്ടി ലോക്ക് ചെയ്യാൻ. ഡോർസ് ഏതെങ്കിലും നമ്മൾ ലോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും തുറന്നു നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് എൻഷുർ ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ട് വേണം പോരാനായിട്ട്. താക്കോല് എവിടെ കൊണ്ടുവരണം? റിസപ്ഷനിൽ കൊണ്ടുവന്ന് കൊടുക്കണം. റിസപ്ഷനിലായിരിക്കും നമ്മുടെ കീ ഹോൾഡർ, അവിടെ ആയിരിക്കും നമ്മൾ താക്കോല് വെക്കുന്നത്. വേറൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ പേഴ്സുകൾ, നമ്മുടെ മൊബൈൽ, നമ്മുടെ എന്തെങ്കിലും നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം, ആക്സറീസ് ഒന്നും വണ്ടിയിൽ അബദ്ധവശാൽ പോലും പെട്ടുപോകരുത്. വണ്ടിയിലുള്ള ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഉണ്ടാകാനുള്ള ഇടവരരുത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. യാത്ര സുരക്ഷിതമാക്കി ഇവിടെ കൊണ്ടുപോയി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് മാർക്ക് ചെയ്യണം. അതായത് ഈ വാഹനം ഇവിടെ സുരക്ഷിതമായി പാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഒരു പേനയുണ്ട്. ആ പേന വെച്ച് നിങ്ങൾ കാറ്, അതിൻ്റെ കളറ്, രജിസ്ട്രേഷൻ നമ്പർ, തിരിച്ചിപ്പുറത്ത് നിങ്ങളുടെ പേര്, ഈ വണ്ടി വാലറ്റ് പാർക്ക് ചെയ്ത ആളാരാണോ അയാളുടെ പേര്,
എൻ്റെ പേരാണെങ്കിൽ ഞാനിപ്പോൾ മിസ്റ്റർ എക്സ് എന്ന് എഴുതുന്നു, അല്ലെ നിങ്ങൾ മിസ്റ്റർ വൈ എന്ന് എഴുതുന്നു. അപ്പോൾ ആ പേര് എഴുതുക. അപ്പോൾ ഈ ഒരൊറ്റ പാർക്കിംഗ് ഗ്രൗണ്ട് മാത്രമേ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ പാർക്കിംഗ് ഗ്രൗണ്ട് കംപ്ലീറ്റഡ് ആകുന്ന നിമിഷം, അല്ലെങ്കിൽ ഒരു 5 വണ്ടി 6 വണ്ടിക്ക് ഡിഫറൻസിൽ കംപ്ലീറ്റ് ആകും എന്നുള്ള സമയത്ത് നമ്മൾ അടുത്ത പാർക്കിംഗ് ഗ്രൗണ്ട് നമ്മൾ അലോട്ട് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ ഈ പാർക്കിംഗ് ഗ്രൗണ്ടാണ് നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്. ഇതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ നോക്കുക. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളിലായിരിക്കും അപ്പോൾ താക്കോലിരിക്കുന്നത്. ഈ ഭാഗങ്ങൾ വണ്ടിയുടെ അടുത്ത് വെച്ച് തന്നെ എഴുതി ഫില്ല് ചെയ്ത് വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ എഴുതുമ്പോൾ തെറ്റിപ്പോരുത്. ഹ്യുണ്ടായിക്ക് പകരം മാരുതി ആവരുത്, കളറിന് പകരം വൈറ്റിന് പകരം ബ്ലാക്ക്, കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പുറകെ നമ്മുടെ പേര് എഴുതാൻ ഒരു കാരണവശാലും മറന്നു പോരും. കാരണം നിങ്ങൾ ഈ വണ്ടി പാർക്ക് ചെയ്ത് നിങ്ങൾക്കാണ് ഈ വണ്ടിയെ പറ്റി കൂടുതൽ അറിയാവുള്ളൂ. കുറേ വണ്ടികൾ വരുമ്പോൾ നമുക്ക് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് ഇത് എന്താണെന്ന് ചോദിക്കാൻ സമയം കിട്ടില്ല. ഇത് നോക്കിയിട്ടായിരിക്കും നമ്മൾ കസ്റ്റമർ ഈ കൂപ്പൺ കൊണ്ട് വരുമ്പോൾ ഈ വണ്ടി തിരിച്ചെടുത്ത് എന്ത് ചെയ്യുക, നമ്മൾ കാണിച്ചെടുത്തുകൊണ്ട് വരാൻ പോണത്. അപ്പോൾ തെറ്റ് പറ്റാതിരിക്കാം. ഒരാൾക്ക് വരും വേറെ ഒരാളുടെ വണ്ടിക്ക് വരും വേറെ ആളുടെ വണ്ടി അവിടെ എത്തരുത്. അങ്ങനത്തെ മിസ്റ്റേക്ക് ഉണ്ടാവരുത്. അതിനുവേണ്ടി കൃത്യമായിട്ട് നമ്മളിവിടെ ഉത്തരവാദിത്തമായിട്ട് നമ്മളത് എഴുതി വെക്കണം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് റിസപ്ഷനിൽ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇതൊക്കെ നോക്കുക, ഈ ചെക്ക് ചെയ്യുന്ന പോയിന്റുകളെല്ലാം നോക്കിയിട്ട് ക്ലോസ് ചെയ്ത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ലോക്ക് ചെയ്തിട്ട് പോവുക. അത്രയൊക്കെ ഉള്ളൂ. ടൈം ബീങ് പറയാനുള്ളൂ. പിന്നെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഫാദർ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു.